വിശ്വാമിത്ര മഹർഷി രാമലക്ഷ്മണന്മാരെ തൻ്റെ യാഗരക്ഷയ്ക്കായി കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ താടകാവനത്തിൽ പ്രവേശിക്കുന്ന ഒരു ഭാഗമുണ്ട് രാമായണത്തിൽ. അവിടെ എത്തുമ്പോൾ വിശ്വാമിത്ര മഹർഷി രാമലക്ഷ്മണന്മാരോട് പറയുന്ന ഒരു ഭാഗം അധ്യാത്മരാമായണത്തിലുണ്ട്. രാഘവ സത്യ പരാക്രമ വാരിധേ രാമ, പോകുമാറില്ലീ വഴി ആരുമേ ഇത് കാലം. കാടിത് കണ്ടായോ നീ, കാമരൂപിണിയായ താടക ഭയങ്കരിവാണിയിടും ദേശമല്ലോ. അവളെ പേടിച്ചാരും നേർവഴി നടപ്പില, ഭുവനവാസി ജനം ഭുവനേശ്വര പോറ്റി. കൊല്ലണം ഇവളെ നീ വല്ല ജാതിയും, അതിനില്ലൊരു ദോഷമെന്നു മാമുനി പറഞ്ഞപ്പോൾ മെല്ലവേ ഒരു ചെറുഞാണൊലി ചെയ്തു രാമൻ, എല്ലാ ലോകവും ഒന്നു മറ്റൊലിക്കൊണ്ടു പാരം. ചെറുഞാണൊലി കേട്ടു കോപിച്ച് നിശാചരിപ്പെരികെ വേഗത്തോടും അടുത്തു ഭക്ഷിപ്പാനായി അന്നേരം ഒരു ശരമയച്ചു രാമദേവൻ. ചെന്ന് താടകമാറിൽ കൊണ്ടിതു രാമബാണം, പാരതിൽ മല ചിറകറ്റു വീണതുപോലെ ഘോരരൂപിണിയായ താടക വീണാളല്ലോ. ഇതാണ് രാമായണത്തിലെ പ്രതിപാദനം. ഇത് കേൾക്കുമ്പോൾ ശ്രദ്ധിക്കണേ, വിശ്വാമിത്ര മഹർഷി ആരോടാണ് പറയുന്നതെന്ന് കൂടി ചിന്തിക്കണം. രാമനോടും ലക്ഷ്മണനോടുമാണ്. രാഘവ സത്യപരാക്രമ വാരിധേ രാമ, പോകുമാറില്ല ഈ വഴി ആരുമേ ഇത് കാലം. ഇതുവഴി ആരും പോകാറില്ല ഈ കാലഘട്ടത്തിൽ. ഈ കാടിത് കണ്ടായോ നീ, ഈ കാട് നീ കാണുന്നുണ്ടോ? ഇത് താടക എന്ന് പറയുന്ന ഒരു രാക്ഷസി വസിക്കുന്ന സ്ഥലമാണ്. യഥാർത്ഥത്തിൽ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ വരുന്ന ചിത്രം ഒരു വലിയ കാട്. ആ കാട്ടിൽ താടക എന്നൊരു രാക്ഷസി വസിക്കുന്ന സ്ഥലം. അങ്ങനെയൊക്കെയല്ലേ നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ രാമലക്ഷ്മണന്മാരെ ചൂണ്ടിക്കൊണ്ടാണ് വിശ്വാമിത്രൻ പറയുന്നത്, കാടിത് കണ്ടായോ നീ, കാമരൂപിണിയായ താടക. ഈ കാട് നീ കാണുന്നുണ്ടോ? ആരെ? രാമനെയും ലക്ഷ്മണനെയും ചൂണ്ടിക്കൊണ്ട്. യഥാർത്ഥത്തിൽ എന്താണ്? കൗമാരൻ കടന്ന് യൗവനത്തിലേക്ക് കാലെടുത്ത് കുത്തുന്നു രാമലക്ഷ്മണന്മാർ. അപ്പോൾ ശരിക്കും യൗവനമാകുന്ന കാട്ടിലെ താടക ആരാണ്? കാമരൂപിണിയായ താടക. കാമത്തിൻ്റെ രൂപത്തിൽ വസിക്കുന്നവളാണ് ഈ താടക. അവളെ പേടിച്ചാരും നേർവഴി നടപ്പില്ല. നേർവഴി സ്വാത്വിക മാർഗം. ആ സ്വാത്വിക മാർഗത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ഏറ്റവും കൂടുതൽ ഭയക്കുന്നത് ആരെയാണ്? കാമമാകുന്ന താടകയാണ്. അതുകൊണ്ടാണ് കൊല്ലണം ഇവളെ നീ വല്ല ജാതിയും, ഏതു വിധത്തിലെങ്കിലും ഈ കാമത്തെ നശിപ്പിക്കണം. ആ കാമനാശം വരുത്താതെ വിശ്വാമിത്രന്റെ സിദ്ധാശ്രമത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല എന്ന് പഠിപ്പിക്കുന്നു, ഇന്റേണലി ഓർമ്മിപ്പിക്കുന്നു വിശ്വാമിത്ര മഹർഷി. ഇത് രാമായണം നമ്മെ പഠിപ്പിക്കുന്ന രഹസ്യമാണ്. ശ്രദ്ധിക്കണേ. ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തണം. നമസ്തേ.